വാത്സല്യമുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ ആഴ്ചയിലും ദൈവവചനം ധ്യാനിപ്പാനായി കർത്താവിൻ്റെ തൃപ്പാദപീഠത്തിൽ വന്നു ചേരുവാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പകൽ സമയത്തെ വളരെ ബദ്ധപ്പാടുകൾക്ക് ശേഷം നിശ്ചയമായിട്ടും ദൈവത്തെയും അവൻ്റെ വചനത്തെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സമയം വേർതിരിച്ച് ഒരുപക്ഷെ മറ്റു രീതിയിൽ ചിലവഴിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്ന സമയം ദൈവസന്നിധാനത്തിൽ ചിലവഴിപ്പാൻ നിങ്ങൾ കാട്ടിയ സന്മനസ്സിനെ ഓർത്ത്, നിങ്ങളിലുള്ള ദൈവസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ് റോമിലുള്ളതാകുന്ന വിശുദ്ധന്മാർക്ക് എഴുതിയതാകുന്ന ലേഖനമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിപ്പാനായിട്ട് ആരംഭിച്ചത്. പ്രാഥമികമായി ചില ചിന്തകൾ ആ ലേഖനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് ആ ലേഖനം എഴുതപ്പെടാനുണ്ടായ ആ പ്രത്യേക സാഹചര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് പറഞ്ഞുപോയി. വിശദമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ്, എങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കഴിഞ്ഞ ആഴ്ചയിൽ പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. റോമിലെ സഭയെക്കുറിച്ച് ചില കാര്യങ്ങൾ വിശേഷിച്ച് പറഞ്ഞു. റോമിലുള്ളതാകുന്ന സഭ പ്രമുഖരായിട്ടുള്ള അപ്പോസ്തലന്മാരാലൊന്നും സ്ഥാപിക്കപ്പെട്ടതല്ല. ലെറ്റ്ലോൺ അപ്പോസ്റ്റൽ പീറ്റർ പത്രോസിനാലും സ്ഥാപിക്കപ്പെട്ടതല്ല. അതിന് യാതൊരു വിധമാകുന്ന ചരിത്ര തെളിവുകളോ ദൈവവചന തെളിവുകളോ ഇല്ല എന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. നിശ്ചയമായിട്ടും റോമിൽ ദൈവസഭ ഉടലെടുത്തതിൻ്റെ സാഹചര്യം ഒരുപക്ഷെ അങ്ങനെയാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തി രണ്ടാം അധ്യായത്തിൽ റോമിൽ നിന്ന് വന്നു ചേർന്ന ചിലരും പെന്തക്കോസ്ത് നാളിൽ അവിടെ ഉണ്ടായിരുന്നു. അവർ ദൈവമക്കളായി തീരുകയും അവർ മടങ്ങിപ്പോവുകയും അതുപോലെ തന്നെ മറ്റ് റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള നഗരങ്ങളിൽ നിന്നൊക്കെ കുടിയേറി പാർത്ത വിശ്വാസികളും അങ്ങനെയുള്ളതാകുന്ന ഹൗസ് ചർച്ചസ് ആയിരുന്നു റോമിലുള്ള ദൈവസഭ. അതിനുള്ള അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്ന നിലയിലുള്ള ദൈവവചന ഭാഗങ്ങൾ തിരുവചനത്തിലുണ്ട് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി. റോമിലുള്ള പല വിശുദ്ധന്മാരെയും പൗലോസിന് പരിചയമുണ്ട്, എന്നാൽ പരിചയമില്ലാത്ത ചിലരുമുണ്ട്. പ്രത്യേകിച്ച് റോമിലുള്ളതാകുന്ന വിശുദ്ധന്മാരെ തൻ്റെ അപ്കമിങ് പ്രോഗ്രാമിന് വേണ്ടി, അല്ലെങ്കിൽ താൻ യെരുശലേമിലേക്കും അവിടെ നിന്ന് റോമിൽ വന്ന ശേഷം സ്പെയിനിലേക്ക് യാത്രയാകുവാൻ താൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വിശേഷിച്ച് യെരുശലേമിലുള്ളതാകുന്ന വിശുദ്ധന്മാർക്ക് അഖായയിലുള്ളതാകുന്ന വിശുദ്ധന്മാര് നൽകിയതാകുന്ന ധർമ്മശേഖരം യെരുശലേമിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതവർക്ക് പ്രസാദകരമായി തീരുവാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ അതിനുവേണ്ടി റോമിലുള്ളതാകുന്ന വിശുദ്ധന്മാരോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടും തൻ്റെ യാത്രയോടുള്ള ബന്ധത്തിലും, അതുകൂടാതെ റോമിൽ പ്രധാനമായിട്ട് ജാതികളിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നാൽ ഒരു കൊച്ചു മൈനോറിറ്റി, ചെറിയ ഒരു സമൂഹം, ചെറിയൊരു ഗ്രൂപ്പ് യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവർ ഉണ്ടായിരുന്നു. ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ദൈവവചനപ്രകാരം ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിനെയൊക്കെ ഒന്ന് പരിഹരിപ്പാനും വാസ്തവത്തിലുള്ള സുവിശേഷം എന്താണെന്ന് അവരോട് പറയുവാനുമാണ് പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതിയത് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ളതാകുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിപ്പാനായിട്ട്, അവരെ ഒന്ന് റിക്കൺസൈൽ ചെയ്യുവാനായിട്ട് പൗലോസ് പ്രധാനപ്പെട്ട രണ്ട് പ്രമേയങ്ങൾ, രണ്ട് തീംസ് ഈ ലേഖനത്തിൽ താൻ ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലൊന്ന്, എല്ലാവരും പാപികളാ, ഒരു വ്യത്യാസവും ഇല്ല. യഹൂദനെന്നും യവനനെന്നും ഒന്നും വ്യത്യാസമില്ല, എല്ലാവരും പാപികളാ. എന്നാൽ പാപികളെ
ദൈവം കൃപയാൽ വിശ്വാസത്താൽ നീതീകരിക്കുന്നു. യഹൂദനും പാപിയ, യവനനും പാപിയ, എല്ലാവരും പാപിയ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈക്വലി ഒരുപോലെ ദൈവത്തിന്റെ സന്നിധാനത്തിൽ. നിങ്ങൾക്ക് ഒരാൾക്കെതിരെ മറ്റൊരാൾക്ക് പുകഴാൻ ഒന്നുമില്ലെന്നാ പൗലോസ് വാസ്തവത്തിൽ പറയുന്നതിന്റെ സാരം. നിങ്ങൾ രണ്ടുപേരും ഈക്വല. രണ്ട് ഗ്രൂപ്പിനെയും ദൈവം വിശ്വാസത്താൽ കൃപയാൽ രക്ഷിക്കുന്നു. ആ കാര്യം പൗലോസ് പറയുന്നു. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അപ്പോൾ അതിന് അനുബന്ധമായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മറ്റൊരു പ്രമേയമെന്ന് പറയുന്നത്, ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ്, ദൈവമക്കൾ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് ഭൗമികമായിട്ടുള്ള പാരമ്പര്യം, ജഡപ്രകാരമുള്ള ആ ഡിസെന്റ് ഒന്നും അല്ല. ജഡത്തിലുള്ളത് പരിച്ഛേദനയല്ലെന്നും അബ്രഹാമിൽ നിന്നും ജനിച്ചു എന്ന് അവകാശപ്പെടുന്ന യഹൂദന്റെ ആ പാരമ്പര്യവാദത്തിന് യാതൊരു സ്ഥാനവും ദൈവസന്നിധാനത്തിലില്ലെന്നും വിശ്വാസികളാണ് അബ്രഹാമിന്റെ സന്തതി എന്നുമുള്ളതാകുന്ന എ ന്യൂ റീഡെഫിനിഷൻ ഓഫ് ഹൂ ഗോഡ്സ് പീപ്പിൾ ആർ. നോക്ക്, അപ്പോ ദിസ് ഈസ് ദ മോസ്റ്റ് ലെവലിംഗ് arguments of all when it comes to the tension between two races, namely Jews and Gentiles. യഹൂദന്മാരും ജാതികളും എന്നുള്ളതാകുന്ന അവരുടെ വാദപ്രതിവാദങ്ങളെ ഒരുപോലെ പൗലോസ് ഈക്വലൈസ് ചെയ്തിട്ട് പറയുകയാണ്. ആർക്കും പുകഴാനൊന്നുമില്ല, എല്ലാവരും പാപികളാ, ഒരുപോലെ പാപികളായി തീർന്നു. ദൈവം കൃപയാൽ നമ്മളെ രക്ഷിച്ചു. അങ്ങനെ കൃപയാൽ നമ്മൾ ദൈവമക്കളായി തീർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സ്തോത്രം. ആ കാര്യം പൗലോസ് ഈ വിശുദ്ധന്മാരോട് പറയുകയാണ്. പലപ്പോഴും നമുക്ക് നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ളത് നല്ലത് തന്നെ. പക്ഷെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ പാരമ്പര്യത്തിൽ ഊറ്റം കൊള്ളുന്നത് ഒരിക്കലും ദൈവ മക്കൾക്ക് നിരക്കുന്നതല്ല എന്ന കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. സ്തോത്രം. നമ്മുടെ പാരമ്പര്യത്തിൽ ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷെങ്കിൽ അതിലൂറ്റം കൊള്ളുന്നവൻ ഈ യഹൂദ മതാനുസാരികൾക്ക് തുല്യനായിട്ടാണ് ദൈവവചനം കാണുന്നത് എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകരുത്. ഞാനിത് പറയാൻ കാര്യം എന്നറിയാമോ? നമ്മുടെ ഗുഡ് ന്യൂസിലൊക്കെ മാട്രിമോണിയൽ കോളമൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അയ്യോ എന്തെല്ലാം എഴുതി വെച്ചേക്കുന്നതെന്നറിയാം. ആകട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ദർ ഈസ് നോ ഡിഫറൻസ്, എല്ലാവരും ദൈവമക്കളാ. ഈ കാര്യമാണ് റോമിലുള്ള വിശുദ്ധന്മാരോട് പറയുന്നത്. അവരോട് പറയുക, ഒരുവനെതിരെ ഭാവിച്ചുയരാനൊന്നും ഇല്ല. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ വരുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് അത് പഠിക്കും. ഒരുവനെതിരെ വേറൊരുത്തിന് ഭാവിച്ചുയരാൻ ഒന്നുമില്ല. കൃപ കൃപ കൃപയെക്കുറിച്ച് പൗലോസിന് പറയാനുള്ളത്. അർഹിക്കാത്തിടത്ത് ലഭിച്ച ദാനം, യഹൂദനാകട്ടെ യവനനാകട്ടെ, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നല്ലോ സുവിശേഷം. അപ്പോൾ ദ ഗോസ്പൽ ഓഫ് ഗാഡ്, ഈ സുവിശേഷത്തെ കുറിച്ചാണ് റോമാലേഖനം പ്രതിപാദിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട്. അതിൻ്റെ സബ് ടൈറ്റിൽസ് ആണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. വിശ്വാസത്താലുള്ള നീതീകരണവും അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ അതിൻ്റെ സബ് ടൈറ്റിൽസ് എന്ന് വേണമെങ്കിൽ പറയാം. റോമാലേഖനത്തിന്റെ ഇതിവൃത്തം അല്ലെങ്കിൽ അതിൻ്റെ തീം, അതിൻ്റെ പ്രമേയം എന്നുള്ളത് ഇറ്റ് ഈസ് ദ ഗോസ്പൽ ഓഫ് ഗാഡ്, ദൈവത്തിന്റെ സുവിശേഷം. ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ അതിനെക്കുറിച്ചൊക്കെ ഇത്ര എന്നാ പറയാനുള്ളതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. നമ്മളത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. ദൈവത്തിന്റെ സുവിശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുന്നു എന്ന് പൗലോസ്ലീഹ പറയുന്നു. ആ നീതി എന്താണ്? 1, ദൈവം തന്നെ നീതിമാനാണ്. 2, ദൈവത്തിന്റെ നീതി നമ്മുടെ നീതിയായിട്ട് ദൈവം കണക്കിട്ടു. മാത്രമല്ല, ആ നീതിയെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രക്രിയയ്ക്കാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അതിന്റെ പൂർത്തീകരണമാണ്
മഹത്വീകരണം അല്ലെങ്കിൽ തേജസ്കരണം. അതാണ് 8-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്. അവൻ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചും വിശുദ്ധീകരിച്ചവരെ എന്ത് ചെയ്തു? തേജസ്കരിച്ചും ഇരിക്കുന്നു. ആ ഒരു പ്രക്രിയയെക്കുറിച്ചാണ് ദൈവത്തിന്റെ സുവിശേഷം റോമാലേഖനത്തില് പൗലോസ് വിശദീകരിക്കുന്നത്. നമ്മൾ ഇന്ന് ആക്ച്വൽ ടെക്സ്റ്റിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് പോകുകയാണ്. പ്രാരംഭമായിട്ട് കഴിയുമെങ്കിൽ നമ്മൾ ആദ്യത്തെ 6 വാക്യങ്ങളാണ് ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ദയവായിട്ട് എല്ലാവർക്കും ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കാം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗം ആർക്കെങ്കിലും ഒരാൾക്ക് ഉറക്കെ എല്ലാവരും കേൾക്കെ ഒന്ന് വായിക്കാം. പ്രവാചകന്മാർ മുഖാന്തരം യെസ്. യെസ്. അപ്പോസ്തലത്വവും യെസ്. അപ്പോസ്തലനായ പൗലോസ് ഇത് വാസ്തവത്തിൽ ഒരു ലേഖനമാണ്. ആ ലേഖനം എഴുതുമ്പോൾ ആ കാലത്തുണ്ടായിരുന്ന ലേഖനം എഴുതുന്ന രീതിയിൽ തന്നെയാണ് പൗലോസ് ആരംഭിക്കുന്നത്. പണ്ട് കാലത്ത് ലേഖനം എഴുതുന്നതും അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതുന്നതും ഇന്നൊരു ലെറ്റർ എഴുതുന്ന തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇന്ന് നമ്മളൊരു ലെറ്റർ എഴുതുകയാണെങ്കിൽ ഡിയർ ജോൺ എന്ന് പറഞ്ഞ് ആരംഭിക്കും. ആരംഭിച്ച ശേഷം യുവേഴ്സ് സിൻസിയർലി മാത്യു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അത് ഈ കാലത്തെ ഒരു കൺവെൻഷനാ, ഒരു പ്രത്യേക രീതിയാണ്. എന്നാൽ പണ്ട് കാലങ്ങളിൽ ലേഖനം എഴുതുമ്പോൾ അല്ലെങ്കിൽ കത്തെഴുതുമ്പോൾ അങ്ങനെയല്ല ചെയ്തു വരുന്നത്. കത്തെഴുതുന്ന ആള് ആദ്യം തന്നെ പരിചയപ്പെടുത്തും. തന്നെ പരിചയപ്പെടുത്തിയിട്ട് രണ്ടാമത് അഡ്രസ് ചെയ്യുന്ന ആളിന്റെ പേരും രേഖപ്പെടുത്തും. ആർക്കെഴുതുന്നോ അവരെ കുറിച്ച് പറയും. എന്നിട്ട് ഒരു അഭിവാദന സന്ദേശം, ഗ്രീറ്റിംഗ്സ്, ഇതൊക്കെ തുടങ്ങിയാണ് ലേഖനം എഴുതുന്നത് പണ്ട് കാലങ്ങളിൽ. അതേ രീതി തന്നെയാണ് പൗലോസ് ശ്ലീഹ തന്റെ ലേഖനങ്ങളിലും അവലംബിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ റോമിലുള്ളതാകുന്ന വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ താന് ആദ്യം തന്നെക്കുറിച്ചും താൻ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ താൻ ഏതിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നുവോ ആ പ്രത്യേക നിയോഗത്തെക്കുറിച്ചും അല്പം വിശദമായിട്ട് താൻ എഴുതുകയാണ്. കാരണം റോമിലുള്ള പല വിശുദ്ധന്മാർക്കും ഇദ്ദേഹത്തെ മുഖപരിചയമില്ല, നേരത്തെ അത്ര പരിചയമില്ല. അതുകൊണ്ട് താൻ എഴുതുന്ന കാര്യത്തിന് തനിക്ക് ദൈവികമാകുന്ന ഒരു നിയോഗം ഉണ്ടെന്ന് അവരെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അല്പം വിശദമായിട്ട് പൗലോസ് ഈ ഇൻട്രൊഡക്ടറി പാർട്ട്, അതിൻ്റെ ആമുഖം ആരംഭിക്കുകയാണ്. ഇത് അല്പം വിശദമായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കണം. കാരണം ഇത് അതിൻ്റെ ബേസിസാണ്. നമ്മൾ ഈ തുടർന്നുള്ളതാകുന്ന വേദഭാഗം, അതായത് 1 മുതൽ 17 വരെയുള്ളതാകുന്ന ഈ വേദഭാഗം, അതിനെ നമ്മുടെ പഠന സൗകര്യത്തിനായിട്ട് ഒരു പ്രത്യേക തലക്കെട്ടോടുകൂടെ നമ്മൾ പഠിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിങ്ങനെ വേണമെങ്കിൽ പറയാൻ കഴിയും: The Gospel of God and Paul's eagerness to
ഷെയർ ദാറ്റ് ഗോസ്പൽ. ദൈവത്തിന്റെ സുവിശേഷവും ആ സുവിശേഷം പങ്കുവയ്ക്കുവാനുള്ള തൻ്റെ വാഞ്ചയും എന്ന് വേണമെങ്കിൽ നമ്മുടെ പഠന സൗകര്യത്തിനായിട്ട് ഈ 1 മുതൽ 17 വരെയുള്ള വേദഭാഗം നമുക്ക് വേർതിരിക്കാനായിട്ട് കഴിയും. അതിനകത്ത് ഈ 1 മുതൽ 6 വരെയുള്ള നമ്മൾ വായിച്ച ഇന്ന് ചിന്തിപ്പാൻ പോകുന്ന വേദഭാഗം എന്നുള്ളത് പൗലോസ് തന്നെ കുറിച്ചും അതേ തുടർന്ന് താൻ പ്രസംഗിക്കുന്ന, താൻ വിശ്വസിക്കുന്ന സുവിശേഷത്തെ കുറിച്ചും അല്പം നീളമുള്ള, അല്പം ബൃഹത്താകുന്ന ഒരു വിശദീകരണം താൻ നൽകുകയാണ്. ആദ്യമായിട്ട് പൗലോസിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ലേഖകനെ കുറിച്ച് താൻ വിശേഷിപ്പിച്ചിരിക്കുന്ന 1-2 പദങ്ങൾ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. പൗലോസ് ഇവിടെ 2 ടൈറ്റിൽസ് തന്നെ വിശേഷിപ്പിക്കാനായിട്ട് താൻ ഉപയോഗിച്ചിട്ടുണ്ട്. 2 സ്ഥാനങ്ങൾ, 2 പദവികൾ. ആ പദവികൾ ഇങ്ങനെയാണ്. അത് വളരെ മനോഹരമായിട്ട് ജക്സ്റ്റപ്പോസ് ചെയ്തിരിക്കുകയാണ്, കോൺട്രാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ആ 2 വിശേഷണ പദങ്ങളും ഇറ്റ് ഈസ് വേൾഡ്സ് അപ്പാർട്ട്, 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. ആ വിശദീകരണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പൗലോസ് പറയുകയാണ്, ആദ്യമായിട്ട് തന്നെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദാസൻ. യേശുക്രിസ്തുവിന്റെ ദാസൻ. ആ പദപ്രയോഗം തന്നെ വളരെ വളരെ ചിന്തനീയമാണ്. പ്രിയമുള്ളവരെ, റോമാലേഖനമെന്നല്ല, വേദപുസ്തകത്തിലെ ലേഖനങ്ങളും വേദപുസ്തകത്തിലെ വിശേഷണങ്ങളും തന്നെ ഈ കാലങ്ങളിൽ നമ്മൾ അധികം പഠിക്കേണ്ടതാണ്. കാരണം ഈ കാലഘട്ടത്തില് ദൈവസഭയിൽ പല കോർപ്പറേഷനുകളിൽ നടക്കുന്ന പല കാര്യങ്ങളും ദൈവസഭയിൽ ഒരാത്മീകതയുടെ പരിവേഷം അണിയിച്ചിട്ട് പിശാച് കൊണ്ടുവന്നേക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നതിൽ ആരും എന്നോട് പിണങ്ങല്ലേ. ഒരു കാലത്ത് വേർപെട്ട വിശുദ്ധന്മാരെന്ന് അഭിമാനിക്കുന്ന നമ്മൾ സ്ഥാനങ്ങളും പദവികളും വേണ്ടാന്ന് വെച്ചു. വേണ്ടാന്ന് വെച്ചെന്ന് മാത്രമല്ല, സ്ഥാനങ്ങളെയും പദവികളെയും ഒക്കെ, ഉദാഹരണത്തിന് റൈറ്റ് റെവറൻറ്റ് സോ ആൻഡ് സോ എന്ന് ആരെക്കുറിച്ചെങ്കിലും പറഞ്ഞാൽ, നമ്മുടെ സുവിശേഷകന്മാർ ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ട്, ആഹാ അപ്പൊ റോങ് റെവറൻറ്റും ഉണ്ടോ എന്ന് പരിഹസിച്ച് ചോദിച്ച കാലഘട്ടമുണ്ട്. എന്റെ കൂടെ വരണേ എല്ലാരും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ അതിനൊന്നും എതിരല്ല. If somebody uses the title Reverend, that's all right. I have no quarrel with that person. But let me teach you what the Bible says. ഇവിടെ ഞാൻ ഒരിക്കൽ ഓർക്കുന്നു, ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരാളെ ഫോണിൽ ബന്ധപ്പെടേണ്ടതായിട്ട് വന്നു ഒരാവശ്യത്തിന്. ഞാൻ ചോദിച്ചു, who am I talking to? Is that Pastor so and so? പെട്ടെന്നൊരു മൗനം അങ്ങേ തലയ്ക്കൽ. എന്നിട്ട് പെട്ടെന്ന്, yeah, I am Reverend so and so. പേരൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. See, I am Reverend. Now look at this person. ഈ അനുഗ്രഹീതനാകുന്ന ഈ അപ്പോസ്തലനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ ക്ലെയിംസ് ആർക്കും ക്ലെയിം ചെയ്യാൻ കഴിയാത്ത ഒത്തിരി ക്ലെയിംസ് അദ്ദേഹത്തിനുണ്ട്.
ഇസ്രായേൽ ജാതിക്കാരൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ. തീഷ്ണത അങ്ങോട്ട് കൂടിയപ്പം ക്രിസ്തു മാർഗക്കാരെ മുടിക്കാനായി വന്ന, അതും ഭയങ്കര തീഷ്ണതയിൽ. പഴയ നിയമകാലത്ത് മരുഭൂമിയിൽ കുന്തമെടുത്തൊരാള് ചിലരെ കുത്തിക്കൊന്നത് നീതിയായി കണക്കിട്ടു എന്നെഴുതിയതുപോലെ അതേ തീഷ്ണതയിൽ, പരമാർത്ഥതയോടെ, ഒത്തിരി ഊറ്റം കൊള്ളാനുണ്ടായിരുന്ന ഈ വ്യക്തി, ശ്രദ്ധിക്കണം, ഒരു പ്രമുഖനാകുന്ന രാജാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ചങ്ങലയൊക്കെ കിലുക്കിക്കൊണ്ട് സുവിശേഷത്തിന് സാക്ഷ്യം പറഞ്ഞപ്പോ ആ പ്രമുഖനാകുന്ന രാജാവ് പറഞ്ഞു, പോൾ, യുവർ ഗ്രേറ്റ് ലേണിംഗ് ഈസ് ഡ്രൈവിംഗ് യു ഇൻസെയിൻ. വിദ്യാ ബഹുത്വത്താൽ നിനക്ക് ഭ്രാന്തുണ്ട്. വളരെ ജ്ഞാനിയായ റോമൻ പൗരനായി ജനിച്ചവനാകുന്ന ഈ മനുഷ്യൻ തന്നെ വിശേഷിപ്പിക്കുന്ന പദം ഗ്രീക്ക് ഭാഷയിൽ ഡൂലോസ് എന്ന പദമാണ്. ഡൂലോസ്. ഡൂലോസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഡൂലോസ് എന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ആ കാലത്ത് ഡൂലോസ് എന്ന പദം ഉപയോഗിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? അടിമകൾക്കു വേണ്ടി. അടിമകൾക്കു വേണ്ടി. റോമൻ സാമ്രാജ്യത്തിൽ തന്നെ 60 ലക്ഷത്തിലധികം, എന്റെ ഓർമ്മ ശരിയെങ്കിൽ, ഞാൻ വായിച്ച എന്റെ ഓർമ്മ ശരിയെങ്കിൽ 60 ലക്ഷത്തിലധികം ഒരു ചെറിയ പ്രോവിൻസിൽ തന്നെ അടിമകൾ ഉണ്ടായിരുന്നെന്ന കണക്ക്. സിറ്റിസൺസിനേക്കാളും കൂടുതൽ അടിമകളായിരുന്നു. അടിമയെന്ന് പറഞ്ഞാൽ അടിമയെ വ്യക്തിയായിട്ടല്ല പ്രാചീന ലോകം കണക്കാക്കിയിരുന്നത്. അടിമയെ കണക്കാക്കുന്നത് വസ്തുവായിട്ട, പ്രോപ്പർട്ടിയായിട്ട. യജമാനന്റെ വസ്തുവാണ് അടിമ, വ്യക്തി പോലുമല്ല. റോമിൽ, ആ മഹാനഗരത്തിലേക്ക് വലിയ പാരമ്പര്യ ഊറ്റം കൊള്ളുന്ന എല്ലാ, അന്നത്തെ ലോകത്തിലുള്ള എല്ലാവന്റെയും ഒരു സ്വപ്നമായിരുന്നു റോം എന്ന് കാണുക എന്ന്. ആ റോമിലുള്ള വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പൗലോസ് തന്നെ കുറിച്ച് വിശേഷിപ്പിക്കാൻ ആദ്യം ഉപയോഗിക്കുന്ന പദം I am a slave of Christ Jesus. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വകയല്ല, എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. കൊരിന്ത് ലേഖനത്തിൽ താനത് വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾ താന്താങ്ങൾക്ക് ഉള്ളവരല്ല, നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാ. നിങ്ങൾ ദൈവത്തിന്റെ വകയാ, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാ. നിങ്ങൾക്കൊരു റൈറ്റ്സും ഇല്ല. നമ്മുടെ റൈറ്റ്സും പ്രിവിലേജസും എല്ലാം സറണ്ടർ ചെയ്തു ക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് ഒരുവൻ വരുമ്പോ, ഈ സറണ്ടർ ഇല്ലാത്തതാണ് നമ്മുടെ പ്രശ്നം. പൗലോസ് പറയുകയാണ്, ഐ എം എ സ്ലേവ്, ഐ എം എ സ്ലേവ്. ഇന്ന് സ്ലേവ് എന്നൊക്കെ പറയാൻ, ഇന്ന് പിന്നെ അതിൻ്റെ ആ ആഘാതം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചില വിശേഷണ പദങ്ങളൂടെ ഒക്കെ ചേർക്കും. കർത്താവിൻ്റെ വിലയേറിയ ദാസൻ. ഇത് തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. കാരണം സ്ലേവിന് ഒരു വിലയുമില്ലായിരുന്നു. വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ വിലയുണ്ട്? ഇന്നത്തെ ഒരു കാളയുടെ വില കാണും, ഒരു പോത്തിന്റെ വില കാണും, അല്ലെ ഒരു കഴുതയുടെ വില കാണും. അത്രയും വിലയുള്ളൂ. എൻ്റെ പ്രിയരെ,
നമ്മൾ ആരുടെ ദാസന്മാരായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത്. പഴയ നിയമകാലത്ത് മോശയും യോശുവായും എന്ന് വേണ്ട ഈ ഭക്തന്മാരെല്ലാം തന്നെ അവരെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ, യഹോവയുടെ ദാസൻ എന്ന. ഇസ്രായേലിനെ കളക്റ്റീവായിട്ട് പറഞ്ഞേക്കുന്നത്, മൊത്തമായിട്ട് പറഞ്ഞേക്കുന്നത് എന്റെ ദാസൻ എന്നാ. എന്നാ പുതിയ നിയമകാലത്തേക്ക് വരുമ്പോൾ ആ ടൈറ്റിലിന് വ്യത്യാസം വരിക. യാഹുവേയുടെ ദാസന്മാരെന്ന് യഹൂദന്മാരെ വിളിച്ചിരുന്നെങ്കിൽ യാഹുവേ എന്ന പദം മാറ്റിയിട്ട് യേശുക്രിസ്തുവിന്റെ ദാസീദാസന്മാരായി തീരാനുള്ള പദവി, ആ വലിയ ഭാഗ്യം ദൈവം കൃപയാൽ നമുക്ക് തന്നതോർത്ത് നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് തൻ്റെ വലിയ പദവിയും തൻ്റെ വലിയ ആ പൊസിഷനും അല്ലെങ്കിൽ തൻ്റെ പാരമ്പര്യമൊന്നുമല്ല. Paul refers to himself as the servant of Christ Jesus. സെർവന്റ്. പിന്നെ രണ്ടാമത് പറയുന്നത് അപ്പോസ്തലൻ. അപ്പം നമുക്ക് ന്യായമായിട്ടൊരു ചോദ്യം ഉണ്ടാകും, പിന്നെന്തിനാ അപ്പോസ്തലൻ എന്ന് പറഞ്ഞത്? അതിന് കാരണമുണ്ട്. അപ്പോസ്തലൻ എന്ന് താൻ വിശേഷിപ്പിച്ചിരിക്കുന്ന ഈ പദം, അപ്പോസ്തലൻ എന്നുള്ളതാകുന്ന വാക്ക്, അപ്പോസ്റ്റലോസ് എന്നുള്ള ഗ്രീക്ക് ഭാഷയിൽ ഉള്ളതാകുന്ന ആ പദപ്രയോഗം പഴയ നിയമത്തിൽ അതിന് തത്തുല്യമാകുന്ന പദപ്രയോഗമുണ്ട്. യഹോവയുടെ പ്രവാചകന്മാരെല്ലാം തന്നെ ആ ഒരു പദവി അവകാശപ്പെടുന്നതാണ്. ഇത്രയേ ഉള്ളൂ, സെൻഡ് ഔട്ട് വൺ. യെശയ്യാവിനോട് പറഞ്ഞു, യെശയ്യാവിന് വലിയ ദർശനം ഉണ്ടായി കഴിഞ്ഞപ്പോ, അയ്യോ ഞാൻ അശുദ്ധിയുള്ള മനുഷ്യൻ, അശുദ്ധിയുള്ള അധരങ്ങൾ ഉള്ളവരുടെ ഇടയിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു, നിലവിളിച്ചു. ഉടനെ യാഗപീഠത്തിങ്കൽ നിന്നുള്ളതാകുന്ന ഒരു കനല് കൊണ്ടുവന്ന് അവന്റെ അധരങ്ങളിന്മേൽ തൊടുവിച്ചു. ഇപ്പൊ നിനക്ക് ശുദ്ധി വന്നിരിക്കുന്നു. അടുത്ത് വായിക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും? യെശയ്യാവ് പറയുന്നു, അടിയനിതാ, അടിയനെ അയക്കണമേ. അപ്പോസ്തലൻ എന്ന പദത്തിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ. വെറുതെ അയക്കപ്പെടുകയല്ല, അയക്കപ്പെടുന്ന വ്യക്തിയുടെ നാമത്തിൽ. Thus saith the Lord, the Lord of hosts. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് അയക്കപ്പെട്ട അല്ലെങ്കിൽ ആരയച്ചോ ആ യജമാനന്റെ പേരിൽ യാതൊരു ശങ്കയുമില്ലാതെ വിളിച്ചു പറയാനുള്ള പ്രത്യേക നിയോഗം സിദ്ധിച്ചവരാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ എന്ന ആ സവിശേഷമാകുന്ന പദവിയിൽ ദൈവവചനം, പുതിയ നിയമം പൂർത്തീകരിപ്പാനായി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് കൊരിന്ത്യ ലേഖനത്തിൽ, ഒരുവൻ പ്രവാചകനെന്നോ ആത്മീകനെന്നോ തോന്നുന്നു എങ്കിൽ ഞങ്ങൾ പറയുന്നത് കർത്താവിന്റെ കൽപ്പന എന്ന് അവൻ അറിഞ്ഞുകൊള്ളട്ടെ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നു, കർത്താവിന്റെ നാമത്തിൽ അവന്റെ അധികാരത്തിൽ പറയുന്നു, അതിന് യാതൊരു അപ്പീലുമില്ല. ഐ ഹാവ് ദ മാൻഡേറ്റ് ടു റൈറ്റ് വാട്ട് ഐ റൈറ്റ്. അപ്പോസ്തലൻ എന്ന ആ പദം പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, റോമിലുള്ള വിശുദ്ധന്മാരെ, നിങ്ങളോട് ഞാൻ ആധികാരികമായി പങ്കുവയ്ക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ സുവിശേഷം ഇത് ശരിയാണ്, ഇതിങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ
എനിക്ക് നിയോഗം കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അപ്പോസ്തലൻ എന്ന പദം ഉപയോഗിച്ചേക്കുന്നത്, അല്ലാതെ പദവി പറയാനല്ല. എന്നാൽ അതിനേക്കാളും താൻ സ്ട്രെസ് ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനാകുന്ന പൗലോസ്. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഈ വ്യക്തി പറയുകയാണ്, എന്നെ ദൈവം സുവിശേഷം പ്രസംഗിപ്പാനായിട്ട് എന്ത് ചെയ്തു? സുവിശേഷത്തിനായിട്ട് വേർതിരിച്ചു വിളിച്ചു. ഇതും പഴയ നിയമ പ്രവാചകന്മാര് അവകാശപ്പെട്ട അവകാശവാദം തന്നെയാണ്. യെരമ്യാവിന്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെരമ്യാവിനോട് പറയുന്നു, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ എന്ത് ചെയ്തു? നിന്നെ വേർതിരിച്ചിരിക്കുക. ഐ ഹാവ് സെറ്റ് യു അപ്പാർട്ട്. നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. നീ എനിക്ക് വേണ്ടി പോകാനായി നിന്നെ ഞാൻ വിളിച്ചു വേർതിരിച്ചേക്കുക. പൗലോസ് ഇത് തന്നെ അവകാശപ്പെടുന്നു. ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ അത് താൻ വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. യെരമ്യാവിന്റെ പ്രവചനം 1:5 ഗലാത്യ ലേഖനം 1:15 ചേർത്ത് വായിച്ചാൽ വളരെയധികം സാമ്യം നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ഗലാത്യർ 1:5 പെട്ടെന്നൊന്ന് വായിച്ചേ. നോക്കുക, എന്റെ ജനനം മുതൽ ദൈവം എന്നെ എന്ത് ചെയ്തു? വേർതിരിച്ചു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, എന്നെ ദൈവം വിളിച്ചു വേർതിരിച്ചത് ഒരാഫ്റ്റർ തോട്ട് ഒന്നുമല്ലായിരുന്നു. പണ്ട് തന്നെ ദൈവം എന്നെ എന്ത് ചെയ്തു? കണ്ടു. അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലിനും പറയാൻ കഴിയും, ദൈവം എന്നെ പണ്ട് തന്നെ കണ്ടതുകൊണ്ടാണ് ദൈവമക്കളായി തീരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചത്. ദൈവം നമ്മളെ കണ്ടിരുന്നു, ജനനത്തിങ്കലേ നമ്മളെ വേർതിരിച്ചിരുന്നു. ദൈവത്തിന്റെ കരുണ എത്ര വലുതാണ്! ജനനത്തിങ്കലേ അല്ല, അതിനു മുൻപ് തന്നെ നമ്മളെ വേർതിരിച്ചിട്ട് സമയം വന്നപ്പോൾ തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷത്തിൽ വിശ്വസിപ്പാനായി ദൈവം നമുക്ക് ഭാഗ്യം തന്നത് എത്ര വലിയ ഭാഗ്യമാ എന്റെ പ്രിയരെ. ഹല്ലേലൂയ! ദൈവത്തിന്റെ കരുണ എത്ര വലുതാ. പൗലോസ് പറയുകയാണ്, എന്നെ വിളിച്ചു, എന്നെ വേർതിരിച്ചു. ഈ സുവിശേഷത്തിന് വേണ്ടി എന്നെ ഗാഡ് സെറ്റ് മീ അപ്പാർട്ട്. എന്നെ വേർതിരിച്ചു, എന്നെ വിശുദ്ധീകരിച്ചു. വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുക. അതാണ് യെരമ്യാവിനോട് പറയുന്നത്, ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ആകട്ടെ, ഞാൻ അവിടെ അതിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് സമയമില്ലാത്തത് കൊണ്ട്. ഇത് പറഞ്ഞിട്ട് തന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചതാകുന്ന ഈ സുവിശേഷത്തെ കുറിച്ചുള്ളതാകുന്ന ഒരു വിശദീകരണമാണ് പൗലോസ് ആ ഭാഗത്ത് നൽകുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ കാണേണ്ടതാകുന്ന വിഷയം, പൗലോസ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തന്റെ പുത്രന്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം. അതോരോന്നായിട്ട് നമുക്ക് പഠിക്കണം. പൗലോസ് അവകാശപ്പെടുകയാണ്, ഈ സുവിശേഷത്തിന് വേണ്ടി ദൈവം എന്നെ വേർതിരിച്ചു. പക്ഷെങ്കിൽ ഈ സുവിശേഷം എന്റെ ചിന്താഗതിയല്ല, ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. റോമാലേഖനത്തിൽ ദൈവത്തെക്കുറിച്ചുള്ളതാകുന്ന റെഫറൻസുകൾ ഒത്തിരിയുണ്ട്. ആദ്യത്തെ റെഫറൻസ് ഇതാ, ആരംഭിക്കുന്നത് തന്നെ ഇതാ. എന്ന് പറഞ്ഞാൽ സുവിശേഷമെന്നുള്ളത് അത് മനുഷ്യന്റെ ഒരു ചിന്താഗതിയോ തത്വചിന്തയോ അല്ല, നേരെ മറിച്ച് നഷ്ടപ്പെട്ട മാനവജാതിക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ സുവിശേഷമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ വിറ്റ്നസ് ചെയ്യുമ്പം
ഈ ഒരു ബോധ്യം ഉള്ളിലോട്ട് കയറി വരണം കേട്ടോ. നമ്മൾ സാക്ഷ്യം പറയുമ്പോ ഈ ഒരു ബോധ്യത്തിൽ വേണം സാക്ഷ്യം പറയാൻ. ദൈവത്തിന്റെ സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷമാ നമ്മൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ അതേ ബോധ്യത്തോടെ നമ്മൾ സുവിശേഷം പറയണം. പൗലോസ് പറയുകയാണ്, ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. ഇനിയും ഈ ദൈവത്തിന്റെ സുവിശേഷം അതിനാധാരമായിരിക്കുന്നത് ആരുടെയും ചിന്താഗതികളല്ല. ദൈവത്തിന്റെ സുവിശേഷത്തിന് പൗലോസിന്റെ വാക്കിൽ അതിന്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, വിശുദ്ധ രേഖകളാണ് ദൈവ സുവിശേഷത്തിന്റെ ആധാരം. അത് അല്പം വിശദീകരിച്ച് ഞാൻ മുൻപോട്ട് പോകാം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പൗലോസ് ഇവിടെ അവകാശപ്പെടുന്നത് വിശുദ്ധ രേഖകളെന്ന് താൻ പറയുമ്പോൾ പഴയ നിയമത്തെയാണ് താൻ വിവക്ഷിക്കുന്നത്, അങ്ങോട്ടാ റെഫർ ചെയ്യുന്നത്. അപ്പൊ മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ പൗലോസ് പറയുകയാണ്, ഈ സുവിശേഷം ഒന്ന്, ഇത് ദൈവത്തിന്റെ സുവിശേഷമാണ്. രണ്ട്, ഇതിന്റെ അറ്റസ്റ്റേഷൻ എന്നുള്ളത് തിരുവെഴുത്താണ്. എന്റെ പ്രിയരെ, ഞാനൊരു കാര്യം വളരെ ഉറപ്പോടെ പറയട്ടെ. ക്രിസ്തീയ മാർഗത്തിന്റെ ഏറ്റവും കാതലായ അടിസ്ഥാനപരമാകുന്ന സുവിശേഷം വിശുദ്ധ രേഖകളുടെ ഉറപ്പിക്കലുകളാലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രമാണം ഈ തിരുവെഴുത്തല്ലാതെ യാതൊന്നുമല്ല. തിരുവെഴുത്തിന് പുറത്തുള്ള ഒരു അനുഭവമോ തിരുവെഴുത്തിന് പുറത്തുള്ള ഒരു പഠിപ്പിക്കലോ തിരുവെഴുത്തിന് പുറത്തുള്ള ഒരത്ഭുതമോ തിരുവെഴുത്തിന് പുറത്തുള്ള ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങോ ദൈവത്തിങ്കൽ നിന്നല്ല എന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ സുവിശേഷം അതിന്റെ ആധാരമെന്നുള്ളത് തിരുവെഴുത്താണ്. പൗലോസ് പറയുന്നു, പഴയ നിയമ തിരുവെഴുത്താണ് ഇതിന്റെ ആധാരം. യേശു കർത്താവ് അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശു കർത്താവ് തന്നെ കുറിച്ച് മനുഷ്യപുത്രനെന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യപുത്രനെന്ന് ആ വിശേഷണം ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായത്തിലെ വിശേഷണമാണ്. യേശു പറയുകയാണ്, മനുഷ്യപുത്രൻ വന്നേക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകർക്ക് തന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും. സൺ ഓഫ് മാൻ. പിന്നെ യേശു പറഞ്ഞു, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിക്കുകയും തന്റെ മഹത്വത്തിൽ പ്രവേശിക്കുകയും ചെയ്യേണ്ടതല്ലയോ? യെശയ്യാ 53 ദ സഫറിംഗ് സർവന്റ്, കഷ്ടമനുഭവിക്കുന്ന യഹോവയുടെ ദാസൻ താനാണെന്ന് യേശു അവകാശപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 5:39 ആ വാക്യം പെട്ടെന്ന് എടുത്തുനിന്ന് വായിച്ചേ. യോഹന്നാൻ 5:39. ആ, യെസ്, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അപ്പൊ തിരുവെഴുത്ത് എനിക്ക് സാക്ഷ്യം പറയുന്നു. ഒത്തിരി വാക്യങ്ങളുണ്ട്.
പത്രോസ്ലീഹ പെന്തക്കോസ്ത് നാളിൽ അവിടെ കാണുകയും കേൾക്കുകയും ചെയ്തത് എന്തെന്ന് വന്നുകൂടിയ തടിച്ചുകൂടിയ ജനത്തോട് വിശദീകരിക്കുമ്പോൾ കോട്ട് ചെയ്യുന്നത് പഴയ നിയമ തിരുവെഴുത്ത. യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിന്റെ നിവൃത്തിയാണിത്. പൗലോസ്ലീഹായും ഇത് തന്നെ പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ തിരുവെഴുത്തുകളിൽ നിന്ന് അവൻ സംസാരിക്കുന്നു പള്ളിയിൽ കൂടി വന്നവരോട്. തെസ്സലോനിക്കയിൽ 13-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിലും ഇത് തന്നെ നമ്മൾ കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 1 കൊരിന്ത്യർ 15:3 തനിങ്ങനെ പറയുന്നു, കൊരിന്ത്യരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങളോട് സുവിശേഷിച്ചത് ഇങ്ങനെയാണെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. എന്താണ് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചത്? 1 കൊരിന്ത്യർ 15:3. നോക്കുക എന്റെ പ്രിയരെ, സർവശക്തനാകുന്ന ദൈവം, എന്റെ ഒപ്പം ശ്രദ്ധിക്കണം എല്ലാരും, സർവശക്തനാകുന്ന, താൻ മാത്രം അമർത്യതയുള്ളവനാകുന്ന, രാജാധിരാജാവാകുന്ന, ധന്യനാകുന്ന, ഏകാധിപതിയാകുന്ന ആ ദൈവം ലോകത്തിന് സുവിശേഷം നൽകുവാൻ തീരുമാനിച്ചപ്പോൾ അന്നേരം തോന്നിയതുപോലെ ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുകയല്ലായിരുന്നു. തന്റെ പുത്രൻ ഈ ലോകത്തിലേക്ക് വരുന്നതു മുതൽ അവിടുത്തെ സ്വർഗാരോഹണം വരെ എന്തെല്ലാം സംഭവിക്കുമെന്ന് മുൻപുകൂട്ടി വ്യക്തതയോടെ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തി വെച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്റെ പ്രിയരെ, നാം മറന്നു പോകരുത്, ദൈവവചനം അറ്റസ്റ്റ് ചെയ്യാത്ത ഒന്നിന്റെയും പുറകെ ദൈവമക്കൾക്ക് പോകാൻ പ്രമാണം ഇല്ല. സുവിശേഷത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത് തിരുവെഴുത്താണ്. തിരുവെഴുത്ത്. ഇനിയും എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കാതെ മുന്നോട്ട് പോട്ടെ. പെട്ടെന്ന് ഈ സുവിശേഷത്തിന്റെ സബ്സ്റ്റൻസ്, അതിന്റെ ആകെ തുക എന്താ? സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? അതും പൗലോസ് പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സുവിശേഷം എന്നുള്ളത്, the substance, the gist of the gospel is nothing else but Jesus Christ. ദൈവം തന്റെ പുത്രനെ കുറിച്ച്. അപ്പൊ സുവിശേഷത്തിന്റെ ആകെ തുകയെന്ന് പറഞ്ഞാൽ ക്രൂശില്ലാത്ത ക്രിസ്തുവും ക്രിസ്തുവില്ലാത്ത ക്രൂശുമല്ല, ക്രൂശിക്കപ്പെട്ടവനാകുന്ന ക്രിസ്തുവാണ്. ക്രൂശിന്റെ ഫലങ്ങളെന്ന പേരിൽ ചില താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ദൈവത്തിന്റെ പദ്ധതി അല്ല സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് സുവിശേഷം. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കാത്ത ഒരു സുവിശേഷവും സുവിശേഷമല്ല.
അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പൗലോസിനോട് ചോദിച്ചാൽ തന്റെ എല്ലാത്തിൻ്റെയും ഉറവിടവും ആശാകേന്ദ്രവും എന്ന് വേണ്ട, എല്ലാം താൻ വിവരിക്കുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. പഴയ നിയമ തിരുവഴുത്തുകളിൽ നിന്ന് ചില കാര്യങ്ങൾ അങ്ങോട്ട് വിവരിച്ചു വന്നു. കൊരിന്തിലുള്ള സഭയോട് വിവരിച്ചു വന്നപ്പം ആദ്യം പറയുന്നത് ഇങ്ങനെയാ: നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. അതാരാ? ക്രിസ്തു. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പം താൻ പറയുന്നത് ഇങ്ങനെ: എനിക്ക് മരിക്കുന്നത് ലാഭമാ, ജീവിക്കുന്നത് എന്താ? ക്രിസ്തു. റോമാലേഖനത്തിൽ തന്നെ നമ്മൾ കാണുന്നു, നാം മരിച്ചാലും ജീവിച്ചാലും നമ്മൾ ആർക്കുള്ളവരാ? ക്രിസ്തുവിനുള്ളവരാ. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ഫിലിപ്പിയരോട് പറയുന്നത്, ഞാൻ അവനെ നേടേണ്ടതിന്, അവനിൽ ഇരിക്കേണ്ടതിന്, അവനെ നേടുവാൻ, അവനിൽ ഇരിക്കുവാൻ, അവനോട് അനുരൂപപ്പെടുവാൻ, ഇതാ എന്റെ ലക്ഷ്യം. ക്രിസ്തു, ക്രൈസ്റ്റ്. ഇവിടെ താൻ പറയുകയാണ്, സുവിശേഷത്തിന്റെ ആകെ തുകയെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയരെ, ജോൺ കാൽവിൻ എന്ന ആ വിശുദ്ധനാകുന്ന മനുഷ്യൻ അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം ഇങ്ങനെയാ പറഞ്ഞേക്കുന്നത്: therefore to move even a step from Christ means to withdraw oneself from the gospel, because gospel is Jesus Christ. To move even a step from him is to withdraw completely from him. സുവിശേഷം എന്ന് പറയുന്നത് യേശുവ. അതുകൊണ്ടാണ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, നിങ്ങളെ തന്റെ കൃപയാൽ വിളിച്ചവനിൽ നിന്നും നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പൊ ക്രിസ്തുവിന്റെ ക്രൂശും ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാത്തതുമാകുന്ന സകലതും ഇറ്റ് ഈസ് സ്പ്യൂരിയസ് ഗോസ്പൽ, ഇറ്റ് ഈസ് അതർ ഗോസ്പൽ. അത് നമ്മൾ മനസ്സിലാക്കണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുകയാണ് ക്രിസ്തു. ഇനിയും ഈ ക്രിസ്തുവിനെ കുറിച്ച് താനൊരു വിശദീകരണം കൂടെ കൊടുക്കുന്നത് വളരെ മനോഹരമാണ്. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ആ കറക്റ്റ് സീക്വൻസിൽ തന്നെയാണ്. മലയാളം വേദപുസ്തകത്തിൽ അതിൻ്റെ 4-5 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ദാവീദിന്റെ സന്തതിയായിട്ട് ഒന്ന് വായിക്കാം. 5-ാം വാക്യം. യെസ്. നോക്കുക, ഈ ക്രിസ്തുവിനെ കുറിച്ച് പിന്നെ പൗലോസ് പറയുക, 2 പ്രധാനപ്പെട്ട ടൈറ്റിൽസ് യേശുവിനെ കുറിച്ച് പറയുക. ഒന്ന്, ദാവീദിന്റെ സന്തതി. മറ്റൊന്ന്, ദൈവപുത്രൻ. ദാവീദിന്റെ സന്തതി എന്നുള്ളത് ജഡപ്രകാരമുള്ള, അല്ലെങ്കിൽ അവിടുത്തെ വംശാവലിയെ കുറിച്ച് പൗലോസ് പറയുക. എന്നിട്ട് പറയുകയാണ്, വിശുദ്ധിയുടെ ആത്മാവിനാൽ മരിച്ചവരിൽ നിന്നും ഉയിർത്തെഴുന്നേറ്റതിനാൽ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്ത ക്രിസ്തു. എന്താ പൗലോസ് പറയുന്നത്?
എനിക്കത് ഭാഗം വിശദീകരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിലും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുക. പൗലോസ് 2 കാര്യങ്ങളാ പ്രാധാന്യത്തോടെ പറയുന്നത്. ഒന്ന്, ദാവീദിന്റെ സന്തതിയായിട്ട് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നു. ജഡപ്രകാരം അവിടുന്ന് വന്നപ്പോൾ ആ ജഡത്തിന്റെ സകല ബലഹീനതയോടും കൂടാ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പരമസമ്പന്നനി ധരണിയിലേറ്റം, പരമസമ്പന്നനി ധരണിയിലേറ്റം, ദാരിദ്ര്യനായി തീർന്നു സോമാനസാൽ, നിരുപമ പ്രഭയാണ് ഞീരുന്നവൻ, പഴന്തോണി ധരിച്ചതും ചെറിയ സംഗതിയോ, നിരുപമ പ്രഭയാണ് ഞീരുന്നവൻ, പഴന്തോണി ധരിച്ചതും ചെറിയ സംഗതിയോ, ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ, ദൈവകരുണയിൻ ധനമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭൂമിയിലേക്ക് ബലഹീനതയിൽ കടന്നു വന്നു. ചിലപ്പോൾ കർത്താവ് പറഞ്ഞു, എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ക്രൂശി പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ആ ബലഹീനതയിൽ ദാവീദിന്റെ സന്തതിയായിട്ട് ബലഹീനതയിൽ അവിടെ ക്രൂശിക്കപ്പെട്ട ആ നസ്രയത്തിലെ തച്ചനെ എല്ലാരും കണ്ടതാ. എന്നാൽ ഗോസ്പൽ റൈറ്റേഴ്സിനൊന്നും ഒരു സംശയവുമില്ലായിരുന്നു, അവൻ ഇനിയും വരാൻ പോകുന്നത് അവന്റെ ഉയർപ്പിന്റെ ശേഷം അവന്റെ ബലഹീനതയിലല്ല, വിശുദ്ധിയുടെ ആത്മാവിനാൽ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു. എനിക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ 1-ാം അധ്യായമൊക്കെ ഒന്ന് വർണ്ണിച്ചാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. എന്റെ സമയമില്ല. അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന ആ കാഴ്ച എത്ര മനോഹരമാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. അവനെ കുത്തിത്തുളച്ചവരും എല്ലാവരും അവനെ കാണും. എന്നോട് സംസാരിച്ച ആ നാദം എന്തെന്ന് ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത്, സൂര്യൻ അതിശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ അവന്റെ മുഖം പ്രകാശിക്കുകയാണ്. ഉലയിൽ ചുട്ടു പഴുപ്പിച്ച വെള്ളോടിന് സദൃശ്യമാണ് അവന്റെ കാലുകൾ. എന്നാൽ ചില നാളുകൾക്ക് മുൻപ് ഈ യോഹന്നാൻ സാക്ഷ്യം വഹിച്ചതാണ്. ബലഹീനമായി വീണുമെഴുന്നേറ്റും മറ്റൊരുവൻ അവന്റെ ക്രൂശ് ചുമക്കേണ്ടി വന്നു. കാരണം അവർക്ക് ജീവനോടെ യേശുവിനെ ക്രൂശിക്കണമായിരുന്നു. അതുകൊണ്ട് ഗൊൽഗോഥായിൽ എത്തുന്നതിന് മുൻപേ മരിച്ചു പോകാതിരിപ്പാൻ ശിമോനോട് പറഞ്ഞു, അത് ചുമക്കാൻ പറഞ്ഞു. തലയിൽ മുൾമുടി ധരിച്ചു. ബലഹീനതയോടെ ഗൊൽഗോഥായിലേക്ക് നടന്നുപോയെങ്കിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ശക്തിയോടെ ദൈവപുത്രനെന്ന് നിർണയിക്കപ്പെട്ടു. അവന്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും ശേഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഇന്നും കർത്താവ് ചെയ്യുന്ന സകല ശുശ്രൂഷകളും ദൈവപുത്രന്റെ മഹിമ വെളിപ്പെടുത്തുന്നതാണ്. അവന്റെ നാമത്തിങ്കൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും യേശു കർത്താവെന്ന് ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയും.
ബലഹീനതയിൽ വന്നു, ദാവീദിന്റെ സന്തതിയായി വന്നു. എന്നാൽ അവൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രനെന്ന് നിർണയിക്കപ്പെട്ടു. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സുവിശേഷം എന്നാൽ എന്ത്? സുവിശേഷം എന്നാൽ യേശു ക്രിസ്തു. അതിന്റെ ഉറവിടം എന്ത്? അത് മനുഷ്യന്റെ ആലോചനയല്ല, അത് ദൈവത്തിന്റെ സുവിശേഷമാണ്. അതിന്റെ അടിസ്ഥാനം എന്ത്? അത് മനുഷ്യന്റെ ഫിലോസഫി അല്ല, തിരുവെഴുത്തുകളിൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയതാണ്. ഈ സുവിശേഷത്തിനായി പൗലോസ് പറയുക, എന്നെ ദൈവം വേർതിരിച്ചു. എന്റെ പ്രിയരെ, ഈ സുവിശേഷത്താൽ എന്നെയും നിങ്ങളെയും വീണ്ടും ജനിപ്പിച്ച് ദൈവമക്കളാക്കിയ ദൈവകൃപയോർത്ത്, ദൈവത്തിന്റെ ദാസീദാസന്മാരാക്കിയ ദൈവത്തിന്റെ കൃപയോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ സുവിശേഷത്തിന് വേണ്ടി നമുക്ക് നിലനിൽക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ